നമസ്കാരം. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷനും അതോടൊപ്പം തന്നെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യയും തമ്മിൽ നേർക്കുനേർ ഒരു പോരാട്ടത്തിലേക്ക് നീങ്ങുന്നതാണ് ഇപ്പോൾ രാജ്യം സാക്ഷ്യം വഹിക്കുന്നത്. അതായത് സുപ്രീം കോടതിയുടെ നടപടികളെ, ഉത്തരവുകളെ കൃത്യമായി മാനിക്കാതെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഏകപക്ഷീയമായിട്ടാണ് ഇനി മുന്നോട്ട് നീങ്ങുന്നതെങ്കിൽ ജുഡീഷ്യറിയുടെ വില എന്താണെന്ന് മനസ്സിലാക്കി കൊടുക്കാൻ വളരെ കൃത്യമായി ഇപ്പോൾ രണ്ടും കൽപ്പിച്ച് തയ്യാറാവുകയാണ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന. രാജീവ് കുമാർ വേഴ്സസ് സഞ്ജീവ് ഖന്ന എന്ന രീതിയിലേക്ക് ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള ചർച്ചകൾ ഉടലെടുത്തിരിക്കുകയാണ്. സുപ്രീം കോടതിയുടെ നടപടിക്രമങ്ങൾ എന്നത് വളരെ സ്പഷ്ടമായിട്ടുള്ളതാണ്. അത് എന്ത് രീതിയിലുള്ള അഭിപ്രായ വ്യത്യാസം ആരുയർത്തിയാലും തീർച്ചയായിട്ടും അനുസരിച്ചേ മതിയാകും. തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നപ്പോൾ തന്നെ കാര്യകാരണസഹിതമാണ് കോൺഗ്രസ് നേതൃത്വം ആ തെരഞ്ഞെടുപ്പ് വിധിയെ ചോദ്യം ചെയ്തത്. എന്നാൽ മഹാരാഷ്ട്രയിലും ഹരിയാനയിലും രണ്ടിടങ്ങളിലും BJP സർക്കാർ അധികാരത്തിലേറി. ഏതായാലും ഈ സംഭവം അട്ടിമറിയിലൂടെ ആയാലും ഇനി അട്ടിമറിയിലൂടെ അല്ലെങ്കിലും അവിടെ ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാർ എന്ന രീതിയിലാണ് ഇപ്പോൾ രണ്ടിടത്തും ഭരണവുമായിട്ട് BJP മുന്നോട്ട് പോകുന്നത്. അതിനെ ചോദ്യം ചെയ്യുന്ന നിരവധിയായിട്ടുള്ള കാരണങ്ങൾ കൂടിയുണ്ട്. ദൈനംദിന സർക്കാർ പദ്ധതികളെ ബാധിക്കാത്ത രീതിയിൽ കോൺഗ്രസ് അവലംബിക്കുന്നത്, അതും ഈ ഇന്ത്യ രാജ്യത്തെ ഭരണഘടനയോടുള്ള കോൺഗ്രസിൻ്റെ അചഞ്ചലമായിട്ടുള്ള വിശ്വാസം ഒന്നുകൊണ്ട് മാത്രമാണ്. ഇതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ടാണ് ആദ്യം സുപ്രീം കോടതിയിലേക്ക് ഹർജി നൽകിയപ്പോൾ അത് നിഷേധിക്കപ്പെട്ടുവെങ്കിലും വീണ്ടും കോൺഗ്രസ് അതിനുവേണ്ടി ഇപ്പോൾ ശക്തമായി മുതിർന്നുകൊണ്ടിരിക്കുന്നത്. മുതിർന്ന അഭിഭാഷകനും അതുപോലെ ദേശീയ തലത്തിൻ്റെ ബാർ കൗൺസിലിൻ്റെ പ്രസിഡന്റ് കൂടിയായിട്ടുള്ള കപിൽ സിബൽ, അദ്ദേഹം വളരെ വ്യക്തമായിട്ടുള്ള ഒരു കാര്യം പറയുകയുണ്ടായി. അതായത് ഇന്ത്യൻ ജുഡീഷ്യറിയോളം വലുതല്ല ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്നുള്ളത്. തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളിൽ അവിടെ അവസാന വാക്കായി മാറുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അപ്പോയിൻ്റ് ചെയ്യാനായിട്ട്, അതും സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യയാണ്. അത്തരത്തിലുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ, നടപടിക്രമങ്ങൾ ഉൾപ്പെടെ മറന്നു പോകരുത് എന്നുള്ള യാഥാർത്ഥ്യത്തോടുകൂടി പറയുകയാണ് അദ്ദേഹം ഇവിടെ. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വഴിവിട്ട രീതിയിൽ അഴിമതി കാണിച്ചുവെന്ന ആ ഒരു ഗുരുതരമായിട്ടുള്ള ആരോപണം അതിശക്തമായപ്പോഴാണ് ചോദ്യം ചെയ്യൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് പോകണമെന്ന കോൺഗ്രസിൻ്റെയും പ്രതിപക്ഷത്തിൻ്റെയും സംയുക്തമായിട്ടുള്ള ആവശ്യത്തിലേക്ക് ഒരുപക്ഷെ സുപ്രീം കോടതി ചിന്തിച്ചു തുടങ്ങിയത് തന്നെ. ഈ ഒരു നീക്കം BJPയെ തീർച്ചയായിട്ടും അസ്വസ്ഥമാക്കുന്നുണ്ട്. അതിന് കാരണം അഴിമതി കാണിച്ചുവെന്ന ഉത്തമ ബോധ്യം ഉണ്ടാകുന്നവർക്ക് സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്ന ഒരു മാനസിക പിരിമുറുക്കമാണ്. എപ്പോൾ വേണമെങ്കിലും കള്ളത്തരം പിടിക്കപ്പെടാം. അങ്ങനെ പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ തെരഞ്ഞെടുപ്പ് റീപോളിങ്ങിലേക്ക് പോയാൽ നാണം കെടാൻ പോവുകയാണ് BJP. ജനങ്ങളുടെ വോട്ട് വാങ്ങി വിജയിച്ചുവെന്ന് ജനങ്ങൾക്ക് പോലും ബോധ്യപ്പെടാത്ത സാഹചര്യമായി അത് മാറും. മഹാരാഷ്ട്രയിലോ ഹരിയാനയിലോ ഉള്ള ജനങ്ങളെ അത് കൃത്യമായി കൺവിൻസ് ചെയ്യിപ്പിക്കാൻ പോലും BJPക്ക് പറ്റാത്ത ഒരു സാഹചര്യമാണുള്ളത്. എന്നിട്ടും ഭരണം ഇപ്പോഴും മുന്നോട്ട് പോവുകയാണ് രണ്ടിടത്തും. നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകേണ്ട ഒരു ആവശ്യം ഇനി ഉന്നയിക്കപ്പെടുകയോ അതല്ലെങ്കിൽ അതിനുവേണ്ടി പോരാടുകയോ ചെയ്യുന്ന കോൺഗ്രസ് ഏറ്റവും ഒടുവിൽ പുറത്തു കൊടുത്ത റിപ്പോർട്ട്, അത് മഹാരാഷ്ട്രയിലെ 115ഓളം സീറ്റുകളിൽ നടന്ന ക്രമക്കേടും അതിനുശേഷം പോളിംഗ് ദിവസത്തിൽ അഡീഷണലായിട്ട് കൂട്ടിച്ചേർത്ത 7.25% വോട്ട് ഷെയറുമാണ്. ഇതെങ്ങനെ സാധ്യമായി എന്നതാണ് പ്രതിപക്ഷവും കോൺഗ്രസും ഒന്നടങ്കം ചോദിക്കുന്നത്. ഇതിൻ്റെ തെളിവുകളൊന്നും തന്നെ വെബ്സൈറ്റിലില്ല. 1961 നിയമത്തെ അട്ടിമറിച്ച് മാറ്റിമറിച്ചു. എല്ലാ ദിവസവും വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക. Please subscribe our channel.